ഞാൻ ആദ്യം ഹനാലിൽ നിന്ന് തുടങ്ങാം. നന്നായി. ഇനി ഞാൻ ഒരു നഗ്നമായ സത്യം പറയാണ് കേട്ടാ. ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്നേഹം ഇപ്പം സ്നേഹത്തിന് കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അജിത് കുമാറിന്റെ ആദരവ് ഇരിക്കുന്നത് വസ്ത്രത്തിലാ. വസ്ത്രത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും വേണം. പോത്തിനോടാണോ വേദം ഓതുന്നത്? നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. തീർച്ചയായിട്ടും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാൻ? സ്ത്രീ ശരീരം വിൽപ്പന ചരക്കല്ല എന്ന മുദ്രാവാക്യവുമായി തെരുവോരത്തെ പോസ്റ്റർ മുതൽ സിനിമ വരെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നു. ആ നിങ്ങളോ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. നിങ്ങളുടെ എന്റെ അവകാശമാണ്. ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും സഞ്ചാര സ്വാതന്ത്യത്തിലും അസോസിയേഷൻ ഒന്നും ഇടപെടണ്ട. അഴുക്കപ്പെണ്ണ് അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. അതുകൊണ്ടാണ് താങ്കൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും. അതുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയണ്ടല്ലോ അടിച്ചതിന്റെ കാലിയം തല്ലി പിടിക്കും. പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? ഇല്ല. ആ അതിന്റെ കുഴപ്പ നിന്നെ കുറിച്ച് എല്ലാരും നല്ല അഭിപ്രായം പറയുന്നത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം സംസാരിക്കരുത്. വെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഹാരം ചാർത്തി പോലുണ്ട്. അത് പുതുതലമുറ അനുകരിക്കുമ്പോ ആദ്യം നീ പഠിക്കണം പെണ്ണിന്റെ മാന്യത മര്യാദ മാനേഴ്സ് ഒക്കെ. താങ്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാവരും ഒരേപോലെ കരുതരുത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ, ഞാൻ താങ്കളുടെ കാര്യം. ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവള് ഈ ജീൻസ് കോപ്പ് ഇട്ടിരിക്കുന്നേ ഉള്ളൂ. കുടുംബത്തിൽ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ നല്ല കുട്ടിയായിരുന്നു, മീൻ വിട്ട് കടന്ന കുട്ടിയായിരുന്നു. നല്ല കുട്ടിയല്ലേ? നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. കുട്ടി വളരും തോറും ശരീരത്തിലെ തുണി കുറഞ്ഞു കുറഞ്ഞു വരിക. ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര ശരിയല്ല. എന്നെ പോലുള്ള ഒരു വ്യക്തി അതിനെ അംഗീകരിച്ചു തരില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ കാണിച്ചെടുക്കുന്നത്? മാറുമറയ്ക്കൽ സമരം നടത്തി അങ്ങനെ മാറുമറയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ മാറുമറയ്ക്കുന്നുണ്ടോ? ഷാജി കേട്ടാ ഇവളെ അരുതബു അരുത്. എന്നിട്ട് ഇപ്പൊ നേരെ തിരിഞ്ഞില്ലേ? ഇപ്പൊ മാറുമറയ്ക്കൽ സമരം ഒന്നുകൂടി നടത്തേണ്ടി വരും. ഈ തലമുറ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ പോട്ടെ.